ദളിത് യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് വത്സലന്റെ ജാമ്യഹർജി തള്ളി. മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. പ്രതി പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയെന്ന് കോടതി നിരീക്ഷിച്ചു. ജോലി വാഗ്ദാനം ചെയ്ത് ദളിത് യുവതിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയും കോൺഗ്രസ് നേതാവും പാലക്കാട് നഗരസഭാ കൗൺസിലറുമായ പ്രശോഭ് വത്സൻ നൽകിയ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതി ജഡ്ജി ജയാപ്രഭുവാണ് ജാമ്യാപേക്ഷയിൽ വാദം കേട്ട ശേഷം ജാമ്യം നിഷേധിച്ചത്. പ്രതി പുറത്തിറങ്ങിയാൽ തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്ന് കോടതി പറഞ്ഞു. ഇത്ര ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ആൾക്ക് ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും കോടതി നിരീക്ഷിച്ചു. സമൂഹത്തിൽ സംരക്ഷകനായി നിൽക്കേണ്ട ആൾ പീഡനവീരനായി മാറിയെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. ഇത് സമൂഹത്തിൽ വളരെ ഗ്രേവായിട്ടുള്ള ഒരു ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യമായിട്ട് കോടതി ഈ ജാമ്യവിധിയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഒരു ഗ്രേവ് ഒഫൻസ് എന്നുള്ള നിലയ്ക്ക് തന്നെ ഇതിനെ പരാമർശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജാമ്യഹർജി തള്ളുന്നതിൽ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധിയാണ്, സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ആളാണ്. ഈ ഘട്ടത്തിൽ അയാൾക്ക് ജാമ്യം അനുവദിച്ചാൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷിക്ക് വലിയ രൂപത്തിൽ പ്രയാസമുണ്ടാക്കുന്നതിനൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. പ്രതിഭാഗം ഇവർ തമ്മിൽ നല്ല പരിചയമുണ്ടായിരുന്നു, അത് സ്വാഭാവികമായിട്ടുള്ള ലൈംഗിക ബന്ധമാണ് ഉണ്ടായത് എന്നാണ് പ്രതിഭാഗം വക്കീലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വാദമായിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ തന്നെ കോടതി മുഖവിലയ്ക്കെടുക്കാതെ ശരിയായ രൂപത്തിൽ ഈ കേസിനെ കണ്ടാണ് ഈ വിധി പറഞ്ഞിട്ടുള്ളത്. മെയ് 27-നാണ് കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് വത്സൻ കീഴടങ്ങിയത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് പ്രതി പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. മാർച്ച് 27-നാണ് ദളിത് യുവതി പ്രശോഭ് C. വത്സനെതിരെ പാലക്കാട് ടൗൺ സൗത്ത് പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയത്. അമൃത ന്യൂസ്, പാലക്കാട്.